പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞ ഏറ്റവും കുറച്ച് മാർക്കിട്ട ഒരാളാണ് എനിക്ക് അദ്ദേഹം ഏറ്റവും നല്ല മാർക്കാണ് തന്നിരിക്കുന്നത് 100-2. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മുടെ സംവിധായകൻ സിബി മലയിൽ സിനിമയിൽ 40 വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതുമായിട്ട് അനുബന്ധിച്ചൊരു ഇവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുറേ അധികം ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ നടന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ലാലേട്ടൻ പറയാണ്, ആദ്യമായിട്ട് ഓഡീഷൻ ചെയ്തത് നവോദയയിൽ വെച്ചിട്ട് ഫാസിൽ സാറ്, അതുപോലെ സിബി മലയിൽ, അതുപോലെ 1-2 ഡയറക്ടേഴ്സിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നീട് എപ്പോഴും അദ്ദേഹം അറിഞ്ഞത്രേ ഈ ഓഡീഷൻ ഏറ്റവും കുറവ് മാർക്ക് ലാലേട്ടന് കൊടുത്തത് സിബി മലയിലാണെന്ന്. 100-2 മാർക്കാണ് അത്രേ കൊടുത്തത്. പക്ഷെ പിന്നീട് സിബി മലയിലിൻ്റെ സിനിമയിലൂടെ തന്നെ അദ്ദേഹത്തിന് 2 നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. അപ്പം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കുന്ന അയാൾ എന്നെ തകർക്കാൻ നോക്കിയില്ലേ, ഞാൻ ഒന്ന് എങ്ങനെയെങ്കിലും സിനിമയിലൊന്ന് കയറാൻ വന്നപ്പോഴത്തേക്ക് അയാൾ എന്നെ അതിന് സമ്മതിച്ചില്ല, അതിന് പകരം എന്നെ പുറന്തള്ളാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ ആൾക്കാർ റിയാക്റ്റ് ചെയ്യുന്നത് പോലെ അല്ല അദ്ദേഹം റിയാക്ട് ചെയ്തത്. വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം അന്നത്തെ 2 മാർക്കിന് പകരം സിബി മലയിൽ 2 നാഷണൽ അവാർഡാണ് ശരിക്കും ലാലേട്ടന് വാങ്ങിക്കൊടുത്തത്. അപ്പം അതിൽ ലാലേട്ടൻ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ആ ഫുൾ സിബി മലയിലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ ഒരു മാനറിസം, ആ ഒരു ഫിസിക്കൽ മാനറിസം ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര റെസ്പെക്റ്റോടുകൂടിയാണ്. അവരൊക്കെ ഏകദേശം സെയിം ഏജിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കറക്റ്റ് 2 പേരെ ഏജ് അറിയില്ല. അപ്പം അതുകൊണ്ട് ഇൻ കേസ് ആണെങ്കിലും അല്ലെങ്കിലും എത്ര റെസ്പെക്റ്റോടുകൂടിയാണ് ലാലേട്ടൻ ആ സ്റ്റേജിൽ സിബി മലയിലിൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഒരു സഹപ്രവർത്തകനോട് കാണിക്കേണ്ട എല്ലാ ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടും കൂടിയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്രയും എന്താ പറയുക, എന്ത് നമ്മളിതെന്ന് പറഞ്ഞാലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇപ്പോൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ തലയിലും ആരോ മൈക്ക് തട്ടിയപ്പം ലാലേട്ടൻ പ്രതികരിച്ചതിനോട് ഒരു ലാലേട്ടൻ എഫക്റ്റ് ആ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിലും വന്നു. ലാലേട്ടൻ നേരത്തെ ഒരാഴ്ച മുന്നേ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന് കണ്ണിൽ മൈക്ക് തട്ടിയ റിപ്പോർട്ടറോട് പ്രതികരിച്ചതെന്ന്. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ടാണോ എന്താണോ എന്ന് നമുക്കറിയില്ല. ബട്ട് സ്റ്റിൽ സുരേഷ് ഗോപിയും വളരെ ലാഘവത്തോടെ അപ്പം ഒരാൾ മറ്റൊരാൾക്ക് മാതൃകയാകുന്ന ഒരു മോഡലാകുന്ന ഒരു എന്താ പറയുക, ഒരു കാര്യം, ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അത് ആ മനുഷ്യൻ അപ്പോൾ എത്രയോ ഉയർന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? എന്തായാലും ലാലേട്ടന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു.